ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് ഈശ്വർ മാൽപേ വ്യക്തമാക്കിയിരിക്കുന്നു. 2 ടയറിന്റെ ഭാഗമാണ് കണ്ടെത്തിയത്. ഏത് ലോറി എന്ന് പറയാനായിട്ടില്ലെന്ന് ലോറി ഉടമ മനാഫ് പറഞ്ഞു. ലോറി അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ലോറി തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അത് ഉറപ്പാണ്. ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിലിൽ പുനരാരംഭിച്ചതിനിടെയാണ് ഗംഗാവലി പുഴയ്ക്കടിയിലെ ലോറി കണ്ടെത്തിയത്. പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേ നടത്തിയ തെരച്ചിലിലാണ് പുഴയ്ക്കടിയിൽ തലകീഴായി നിൽക്കുന്ന ലോറി കണ്ടെത്തിയത്. ലോറിയുടെ ഇരുവശത്തെയും ടയറുകൾ ഈശ്വർ മാൽപേ വ്യക്തമായി കണ്ടു. മണ്ണിടിച്ചിലിൽ മരിച്ച ലക്ഷ്മൺ നായിക്കിന്റെ ചായക്കടയ്ക്ക് ഏകദേശം പിന്നിലായി 15 അടി താഴ്ചയിലാണ് ലോറി ഉള്ളത് എന്നാണ് ഈശ്വർ മാൽപേ കണക്കാക്കുന്നത്. ലോറി അർജുന്റേതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ലോറിയുടെ ദൃശ്യങ്ങൾ പകർത്താനായി ഈശ്വർ മാൽപേ ക്യാമറയുമായി പുഴയിലേക്കും ഇറങ്ങി. ഇന്ന് വൈകുന്നേരത്തോടെ ലോറി കണ്ടെത്താനാകുമെന്ന് സ്ഥലത്തെ MLA മാധ്യമങ്ങളോടും പറഞ്ഞു. തെരച്ചിലിന് പണം ഒരു പ്രശ്നമല്ല, കാണാതായവരെ കണ്ടെത്തുക എന്ന് മാത്രമാണ് ഉദ്ദേശം. ഇന്ന് നല്ല വാർത്തയുണ്ടാകുമെന്നും 200% ഉറപ്പാണ്. അത് നല്ല വാർത്തയാണോ ദുഃഖവാർത്തയാണോ എന്ന് പറയുന്നില്ല എന്നും MLA പറഞ്ഞു. തെരച്ചിലിന് കാലാവസ്ഥ വെല്ലുവിളിയായതുമൂലമാണ് കാലതാമസം ഉണ്ടായതെന്നും കാർവാൻ SP N നാരായണൻ IPS പറഞ്ഞു. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചതോടെ ശനിയാഴ്ച രാവിലെയാണ് കാണാതായ അർജുനെ അടക്കം 3 പേർക്കായുള്ള തെരച്ചിൽ ഗംഗാവലി പുഴയിൽ പുനരാരംഭിച്ചത്. മഞ്ചേശ്വരം MLA AKM അഷറഫ്, അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ, അർജുൻ ഓടിച്ചെന്ന ലോറിയുടെ ഉടമ മനാഫ് തുടങ്ങിയവർ സ്ഥലത്തുണ്ട്. ഡ്രഡ്ജർ ഉപയോഗിച്ച് പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കിയ ശേഷമാണ് ഈ ഭാഗത്ത് ഈശ്വർ മാൽപേ തെരച്ചിൽ നടത്തുന്നത്. രാവിലെ നടത്തിയ തെരച്ചിലിൽ പുഴയിൽ നിന്ന് അക്കേഷ്യ മരത്തടികൾ കണ്ടെത്തിയിരുന്നു. ഇത് അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടികളാണെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. ലോറി തലകീഴായി കിടക്കുന്ന നിലയിലാണെന്ന് ഈശ്വർ മാൽപേ അറിയിച്ചതായും ലോറി ഉടമ മനാഫ് പറഞ്ഞു. ടയറുകൾ മാത്രമാണ് മുകളിൽ കാണുന്നത്. ഇരുവശത്തെ ടയറുകളും ഇരുമ്പ് ഭാഗവും കണ്ടെത്തി. ട്രക്കാണെന്ന് ഉറപ്പാണെങ്കിലും അത് ആരുടേതാണെന്ന് അറിയില്ല. 15 മീറ്റർ താഴ്ചയിലാണ് ഉള്ളതെന്നും മനാഫ് പറഞ്ഞു. വാഹനഭാഗം കണ്ടെത്തിയതും ഈശ്വർ മാൽപേ അറിയിച്ചതായും അർജുന്റെ സഹോദരി ഭർത്താവായ ജിതിൻ പ്രതികരിച്ചു. ഇത് അർജുന്റേതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നും ഈശ്വർ മാൽപേ ക്യാമറയുമായി ഇറങ്ങി ചിത്രം പകർത്തിയ ശേഷമേ സ്ഥിരീകരിക്കാനാകൂ എന്നും ജിതിൻ കൂട്ടിച്ചേർത്തു. ശിരൂർ അങ്കോലയിൽ ദേശീയപാത 66 ജൂലൈ 16 രാവിലെ 8:45 മണ്ണിടിച്ചിലാണ് അർജുൻ ഉൾപ്പെടെ 3 പേരെ കാണാതായത്. അർജുന്റെ ലോറിക്ക് പുറമെ മറ്റൊരു ടാങ്കറും കാണാതായിരുന്നു.